എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ആർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാർട്ടൂൺ കാർ കേക്കാണ്. നമുക്ക് എങ്ങനെയാണ് ഈ കാർ കേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാർ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കേക്കാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു കാർട്ടൂൺ മോഡലിലുള്ള കേക്കാണ്. ഇത് നോർമൽ ഒരു വാനില കേക്കാണ് ഞാനിവിടെ ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇത് ഒരു 1/4 ഭാഗത്തോളമായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു കാർ കേക്കാണ് കേട്ടോ. നമുക്കിതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഈ കേക്കിൻ്റെ 4 സൈഡിലും 4 കോർണറിലും കുറേശ്ശെയായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ 2 പീസ് നമുക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കാർ കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി പിന്നെയും വീണ്ടും നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ലെയർ കഴിയുന്നവരെ നമുക്ക് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഞാൻ ക്രീം ചെയ്ത് കൊടുക്കണുള്ളൂ. അതിന് മുൻപ് ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കണം. അത് വിട്ടുപോയതാട്ടോ. ഇനി ലാസ്റ്റ് നമ്മൾ ഇവിടെ 3 പീസസ് ആക്കി വെച്ചിട്ടുള്ള ഇതാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനു മുൻപ് കുറച്ചും കൂടി നമുക്ക്
ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് കോട്ടിങ് മാത്രം നമുക്കൊന്ന് ചെയ്താൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സ്റ്റാർ ടിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊന്ന് പിടിച്ചു കൊടുത്തിട്ട് വേണം, അത് വീഴാതിരിക്കാൻ നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം. ഞാൻ ഫസ്റ്റ് തന്നെ ഷേപ്പ് ഓൾറെഡി ആക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെയും നമ്മളത് ഓൾറെഡി ഷേപ്പ് ആക്കാത്തത്. ഫസ്റ്റ് തന്നെ ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഷേപ്പിന് എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഐസിങ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു റെഡ് കളറിലുള്ള കേക്കാണ് ചെയ്യുന്നത്, എങ്കിലും ഫസ്റ്റ് കോട്ടിങ് വൈറ്റിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വീഴാതിരിക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വല്ല ടൂത്ത് പിക്കാ എങ്ങനെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്ത് ലാസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ലോപ്പായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗത്തും കൂടി ചെയ്യണുണ്ടോ. ഇനി ഇത് 1 മണിക്കൂർ എങ്ങാനും ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. 1/2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഇത് നോർമൽ ഒരു കാറിൻ്റെ ഷേപ്പല്ല, ഇതൊരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ ആണ്. കാർട്ടൂൺ കാറിൻ്റെ ഒരു ഷേപ്പാണ് ഇത് വരുന്നത്. ഞാൻ ഒന്നുകൂടി ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് റെഡ് കളറിലുള്ള കാർ കേക്കാണ്. അപ്പോൾ നമുക്കിനി ഐസിങ്ങിൽ കളർ ചേർക്കാം. ഇവിടെ നമ്മൾ കാറിൻ്റെ വീലിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ റൗണ്ട് ഷേപ്പാക്കി വെക്കുന്നുണ്ട്. രണ്ട് സൈഡിലും അങ്ങനെ ചെയ്യാം. ഞാനിതിൽ ചെറി റെഡും അതുപോലെ തന്നെ ബ്ലഡ് റെഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ചേർക്കുന്നത്.
അപ്പോൾ മാത്രമാണ് നമുക്ക് നല്ല റെഡ് കളർ കിട്ടുന്നുള്ളൂ. റെഡ് കളർ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്റ്റാർ ടിപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ കാറിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇവിടെ ഫ്രണ്ടിലും ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പോലെ വിടുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഗ്ലാസ് വരച്ചു കൊടുക്കണം. അതുപോലെ ഇവിടെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ചെയ്തു കൊടുക്കണം. അതുപോലെ ഈ സൈഡിൽ നമുക്ക് ചെയ്തു കൊടുക്കാം, വരച്ച് വയ്ക്കാം. ഓൾറെഡി ഇവിടെ നമ്മൾ വീലിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു മാർക്ക് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ട് സൈഡിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ റെഡ് ഐസിങ് വെച്ചിട്ട് ബാക്കി എല്ലാ ഭാഗത്തും ചെയ്തെടുക്കാം. നമുക്ക് ഗ്ലാസിൻ്റെ അവിടെയും അതുപോലെ ഫ്രണ്ട് സൈഡിലൊക്കെ നമുക്ക് വൈറ്റ് ക്രീം കൊണ്ട് ചെയ്ത് കൊടുക്കാം.
വൈറ്റ് പാർട്ട് ചെയ്ത് കൊടുക്കുന്ന ഭാഗത്തൊക്കെ ഞാനിവിടെ ചോക്ലേറ്റ് ഗണാഷ് കൊണ്ട് ഒരു ബോർഡർ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. കാറിൻ്റെ വീല് ചെയ്ത് കൊടുക്കുന്നതും നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് കൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. കാറിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഒരു ഗ്രീൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലീഫ് ടിപ്പ് കൊണ്ട് നമ്മൾ കുറച്ച് ഒരു 3-4 ലൈൻ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ കാർട്ടൂൺ കാർ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്